ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നത്തോലി മുളകിട്ടത് ഏറ്റവും എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 10 ചുവന്നുള്ളി, ഒരു 2 കൊടംപുളി, ഒരു 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 3 കതിർ വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് നമുക്ക് പേസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല നിങ്ങൾക്ക് റോ ആയിട്ട് എടുക്കാനാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കൊരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി നമുക്ക് ചൂടാക്കാം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാം കേട്ടോ, മറ്റേ ഓയിലൊന്നും എടുക്കരുത്. വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ 10 ചുവന്നുള്ളി എടുത്ത് വെച്ചായിരുന്നല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതാണ് കുറച്ചും കൂടി ടേസ്റ്റി. അങ്ങനെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചുവന്നുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എണ്ണ പിടിക്കാനായിട്ട് എല്ലാതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് അതും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 കതിർ വേപ്പില എടുക്കുകയാണെങ്കിൽ 2 കതിർ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നീട് ഒരു കതിരും കൂടി ചേർക്കാം. ഇനി നമ്മൾ തക്കാളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളിയേ വേണ്ടൂ കേട്ടോ. 2 പച്ചമുളക്, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വേറെ മുളക് പൊടിയായിട്ട് ചേർക്കുന്നില്ല. സോ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ. നല്ല എരിവ് വേണ്ടവർ, എരിവ് കുറഞ്ഞവർ, അങ്ങനെ നിങ്ങൾ നോക്കിയിട്ടത് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിലായിട്ട് നമ്മൾ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം അങ്ങനെ ഇട്ടോളൂ കേട്ടോ. വല്ലാണ്ട് തീ കുറച്ചിടണ്ട. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് തീയെ സെറ്റാക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 3 to 4 മിനിറ്റ്സൊക്കെ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് നമ്മുടെ മസാലാസ് അല്ലെങ്കിൽ മുളക് പൊടി അങ്ങനത്തെ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ്. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഫിഷ് മസാലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഫിഷ് മസാല ഞാനൊരു ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂണില്ലേ, അതാണ് ഞാൻ ചേർക്കുന്നത്. വലിയ ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് ഫിഷ് മസാല. പിന്നെ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി വേണ്ടുന്നവർക്ക് ചേർക്കാം, വേണ്ടാത്തവർ ചേർക്കണ്ട, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ സംഭവം ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചട്ടി കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കുക. എൻ്റെ സൈഡിൽ കുറച്ച് കരിഞ്ഞായിരുന്നു, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് വെള്ളം ഒഴിക്കണം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഒരു 3/4 കപ്പ് ഒഴിച്ചാൽ മതി. അല്ല കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവിനനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് തിളച്ച് വരണം. ഇതുപോലെ തിള വരുമ്പോൾ നമ്മുടെ കൊടംപുളി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഒരു 2 പീസ് മതി കേട്ടോ. കൊടംപുളി അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര പുളിയായിട്ട് പോവും. കാരണം നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൊടംപുളി നമുക്ക് ഒരു 2 പീസ് മതിയാവും. ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ചെറിയ 2 പീസ് കൊടംപുളി മതിയാവും. അത് ഇതുപോലെ നീളനെയോ അല്ലെങ്കിൽ എങ്ങനെയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ മുറിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. നന്നായിട്ട് തള വരുമ്പോൾ നമ്മുടെ നെത്തോലി മീൻ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെത്തോലി നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് ഒന്ന് സെറ്റാവാനായിട്ട് വെക്കുക. ശേഷം നമ്മൾ കറി വയ്ക്കുമ്പോൾ
ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനുശേഷം നമ്മളിത് ആ വേപ്പിൻ്റെ ഇല മുകളിൽ ഒരു ഡെക്കറേഷൻ എന്ന പോലെ നമ്മളത് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തിള വന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മളിതെടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നത്തോലി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അത്രേ ഉള്ളൂ. ബൈ.